Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയറ്റ് സാവർട്ട് ലോ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ക്യാരിയിങ് വയർ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിരുന്നു. ദെൻ വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് സം കൺസെപ്റ്റ് റിഗാർഡിംഗ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്റ്റിംഗ് വയേഴ്സ്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മളിവിടെ രണ്ട് കണ്ടക്റ്റിംഗ് വയേഴ്സ് ആണ് ഇരിക്കുന്നത്. ടു ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്റ്റിംഗ് വയേഴ്സ് 1 and 2 which are separated by a distance d. Current first wire current I1, second wire current I2, both are moving in the same direction. Then നിങ്ങൾക്കറിയാം ഫസ്റ്റ് വയർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡി ഡിസ്റ്റൻസിൽ ജനറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് μ0I1/2πd ആയിരിക്കും. ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ആയതുകൊണ്ട് B will be μ0I1/2πd. So using the right hand rule we can find out the direction of the magnetic field. That will be points into the plane of the paper. So into the plane of the paper. So n cap represents the direction of the magnetic field. So wire 2 ഇരിക്കുന്ന പൊസിഷനിൽ wire 1 ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. That is equal to μ0I1/2πd. So ഈ വയർ 1 ഇരിക്കുന്ന പൊസിഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ വയർ 1ന്റെ പുറത്ത് വയർ 2 ഇരിക്കുന്ന പൊസിഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ വയർ 2ന്റെ പൊസിഷനിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ദിസ് റിലേഷൻ F is equal to I dl prime cross B. നമ്മളിവിടെ ഒരു dl prime എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് എടുക്കുന്നുണ്ട്. dl പ്രൈമിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. Angle between dl prime and n cap will be is 90 degree because n cap is points into the plane of the paper and dl prime is moving in the direction of the dl prime is in this direction. So magnetic force F will be equal to the magnitude of the magnetic force. Direction of the magnetic force can be found out by the right hand screw rule. Then the direction of the magnetic force will be in this direction. That means it will attract the wire 1. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ലോറൻസ് ഫോഴ്സ് ലോ വെച്ചിട്ട് രണ്ട് സെയിം ഡയറക്ഷനിലുള്ള കറണ്ട് ക്യാരിയിങ് വയേഴ്സ് അട്രാക്ട് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ വരും. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് F is equal to I2 ഇൻറ്റു ഇവിടുത്തെ കറണ്ട് ഐന് പകരം I2 എന്ന് കൊടുക്കുക dl പ്രൈം B sin 90 എന്ന് വരും. സോ I2 ഇൻറ്റു ഇൻ്റഗ്രൽ dl പ്രൈം ബിക്ക് പകരം μ0I1/2πd എന്ന് കൊടുക്കുക ഇൻറ്റു 1. സോ ദ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി magnetic force F will be equal to μ0I1/2 divided by 2πd integral dl prime. ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ആണ്. സോ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ആയതുകൊണ്ട് this integral will be infinity. So the magnetic force will be infinity. You cannot measure the amount of magnetic force. It is infinite. It is not a finite quantity. So നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് ഫോഴ്സ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് F will be equal to F/L or small f is equal to ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം μ0I1/2 divided by 2πd which will be a finite quantity. സോ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇൻഫൈനൈറ്റ്ലി ലോങ് വയറേഴ്സ് ആയതുകൊണ്ട് ആക്ച്വൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നില്ല. അതിന് പകരം ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. It will be the value is μ0I1/2πd. This is a very important relation. Due to using the
right hand screw rule, you can find out the direction of the magnetic force. It will be in this direction. If the current is flowing in the opposite direction, the magnetic force will be repulsive, so it will be like this. Okay, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കറണ്ട് ക്യാരിയിങ് വയേഴ്സിൽ എങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നു, അത് ഓരോ കറണ്ട് ക്യാരിയിങ് വയേഴ്സ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബയറ്റ് സാവർട്ട് ലോന്റെ അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ബയറ്റ് സാവർട്ട് ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു സ്റ്റഡി കറണ്ടിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്റ്റഡി കറണ്ട് ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ഫോർ സ്റ്റഡി കറൻറ്റ്സ് ദ മാഗ്നറ്റിക് ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ഇങ്ങനെ ഒരു ആർ എന്ന് പറയുന്ന പൊസിഷൻ, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഹാവിങ് കറണ്ട്, ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് ഡി എൽ പ്രൈം എടുത്തു. ഇങ്ങോട്ടുള്ള വെക്ടറിനെ വെക്ടർ ആർ എന്ന് റെപ്രസെന്റ് ചെയ്തു. So B of R is equal to mu naught by 4 pi line integral I dl prime cross vector R by R square. ഇതാണ് നമ്മൾ ബയറ്റ് സാവർട്ട് ലോ ഒരു ലൈൻ എലമെന്റിന് ലൈൻ ഓഫ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് വയർ വയറിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്. സോ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇഫ് ദ കറണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ്? അടുത്ത കേസായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇഫ് ദ കറണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ്, then what is Biotte-Savart law? What is the magnetic field? Magnetic field from Biotte-Savart law എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് Biotte-Savart law ഒരു സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനൊരു സർഫസ് നിങ്ങൾ കൺസിഡർ ചെയ്തോ. സർഫസിൻ്റെ ഒരു ഏരിയ എലമെന്റ് ഡി എ പ്രൈം നിങ്ങൾ കൺസിഡർ ചെയ്തു. ഈ പൊസിഷനെ ഞാൻ ആർ പ്രൈം എന്ന് പറയുന്ന ഒരു സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോഴ്സ് ആണ്. സോഴ്സിനെ നമ്മൾ സാധാരണ ആർ പ്രൈം എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഈ പോയിന്റിലെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ കെ ഓഫ് ആർ പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ വെക്റ്റർ കെ ഓഫ് ആർ പ്രൈം ഈസ് ദ സർഫസ് കറണ്ട് ഡെൻസിറ്റി. സർഫസ് കറണ്ട് ഡെൻസിറ്റി. So if you imagine a point here which is separated from by a vector R, then from Biotte-Savart law, B of R can be written as mu naught by 4 pi surface integral vector K of R prime cross unit vector R by R square into dA prime. So this is the expression for the magnetic field if the current is distributed through a surface. So അടുത്ത ചോദ്യം, if the current is distributed over a volume, if the current is distributed over a volume, if the current is distributed over a volume, ഇപ്പം നിങ്ങളൊരു വോള്യം കൺസിഡർ ചെയ്തു. അതിൽ ഒരു ചെറിയ ഡിഫറൻഷ്യൽ വോള്യം എലമെന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ്. അതിനെ നമ്മൾ ഡി ടോപ്പ് പ്രൈം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പൊസിഷനെ ആർ പ്രൈം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ യു കൺസിഡർ എ പോയിന്റ് ആർ. ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പൊസിഷൻ ആർ which is separated by a vector R like this. Then here the volume current density is vector J of R prime. Volume current density, current per unit area. Volume current density, it is the current per unit area perpendicular to a current flow. So vector B of R is equal to mu naught by 4 pi
volume integral vector j of r prime cross unit vector r by r square into d tau prime. So this is the expression for magnetic field if the current is distributed over a volume. If the current is distributed over a surface, then the magnetic field can be found out using this expression. If the current is distributed over a line, then simply you can find out the magnetic field ideal can be represented as vector B is equal to mu naught by 4 pi line integral I dl prime cross r by r square. So this is the expressions for different current distributions from Biot-Savart law. So ഈ Biot-Savart lawന്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് Biot-Savart law ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫിസിക്കൽ സിറ്റുവേഷൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അതിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സ്ട്രൈറ്റ് ലൈൻ വയറാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ എക്സാമ്പിൾ വിച്ച് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് due to a current carrying circular loop. Magnetic field due to a current carrying circular on its axis. സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിസിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ യു കൺസിഡർ എ സർക്കുലർ ലൂപ്പ്, കൺസിഡർ എ സർക്കുലർ ലൂപ്പ് carrying a current I having radius r, having radius capital R. So like this, you consider a circular loop of radius r carrying a current I, and you imagine a small differential line element dl prime in this direction. Then you consider a point P here which is perpendicular to the plane containing the circular loop. അതായത് നമ്മൾ സർക്കുലർ ലൂപ്പ് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ബുക്കാണ് സർക്കുലർ ലൂപ്പ് എങ്കിൽ സർക്കുലർ ലൂപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ആ സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിസ്. ഈ ആക്സിസിലെ ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. സോ പി ഈസ് ദിസ് വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ this is at a distance z from the center of the circular loop. ഇങ്ങനെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഇവിടെ ഒരു ഡി എൽ പ്രൈം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഡി എൽ പ്രൈമിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഞാനൊരു വെക്റ്റർ വരയ്ക്കുകയാണ്. ആ വെക്റ്ററിനെ ഞാൻ വെക്റ്റർ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, so this is vector r, and this is angle theta. Okay, so this is 90, this is 90 minus theta. So from Biot-Savart law, നമുക്കറിയാം B is equal to
ബി ഓഫ് ആർ, ഈ പോയിന്റ് ആർ എന്ന് പറയുന്ന പൊസിഷനിലാണ്. ബി ഓഫ് ആർ ഇസ് ഈക്വൽ ടു μ0/4π I dl പ്രൈം ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ. ഇതാണ് ബൈറ്റ് സാവോട്ട് ലോ പ്രകാരം എക്സ്പ്രഷൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സെഡ് ദൂരത്തിൽ നിന്നാണ്, ആക്സിസിൽ ഒരു പോയിന്റിൽ തന്നെയാണ്, അതായത് സെന്ററിൽ നിന്ന് സെഡ് ദൂരത്തിലാണ് ഈ പോയിന്റ് പി ഇരിക്കുന്നത്. അപ്പോൾ ഫോർ ദിസ് ലെറ്റ് us കൺസിഡർ a differential line element dl prime. So നമ്മളുടെ ചോദ്യം, what is magnetic field due to dl prime എന്ത് വരും? dl prime വെച്ചിട്ട് നമുക്ക് അതിനെ db എന്ന് റെപ്രസെന്റ് ചെയ്യാം. db is equal to μ0/4π I dl prime cross r by r square, unit vector r by r square. dl prime cross r എങ്ങനെ വരും? dl prime ഇങ്ങനെ, r എന്ന് പറയുന്നത് ഇങ്ങനെയും വരുന്നു. r എന്ന് പറയുന്നത് ഈ സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ dl prime and vector dl prime and vector r is 90 degree. That means vector r is perpendicular to the plane containing dl prime. Is it correct? So dl prime cross unit vector r എന്നുള്ളതിന് പകരം നമുക്ക്, so this is equation number 2. So modulus dl prime cross unit vector r is equal to dl prime into 1 into sin 90. So that is equal to dl prime. Clear? Okay. What is the direction of this vector? db. db യുടെ ഡയറക്ഷൻ എങ്ങനെ വരും? It will be perpendicular to the plane containing dl prime and unit vector r. dl prime cross r എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ട് dl പ്രൈമിൽ നിന്ന് r ലേക്ക് തിരിക്കുക, റൈറ്റ് ഹാൻഡ് സ്ക്രൂ. സോ ദ ഡയറക്ഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. This is vector db and this angle is 90 degree. No doubt about it. Okay, ഇത് കിട്ടി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഈ ആക്സിസിനെ നമുക്കൊന്ന് തൽക്കാലം ഇവിടെ വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. So what will be this angle? This angle will be again theta. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇത് തീറ്റ, ഇത് 90, ഇത് 90 മൈനസ് തീറ്റ, ഈ ആംഗിൾ 90 വരും. സോ ഇത് 90 മൈനസ് തീറ്റ ആകുമ്പോൾ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഓക്കെ. സിമിലർലി ഈ ഡി എൽ പ്രൈമിന് ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഡി എൽ പ്രൈം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. സോ ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ പ്രൈം ലൈക്ക് ദിസ് ആൻഡ് യു ഡ്രോ. So this dl prime is diametrically opposite to this dl prime. ആ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡി എൽ പ്രൈമിൽ നിന്ന് നമ്മൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കും. ഒരു വെക്ടർ വരയ്ക്കാം. സോ ദിസ് ഈസ് അഗെയിൻ വെക്ടർ ആർ. സെയിം വാല്യൂ തന്നെ വരും. ഇത് ആർ വരും, ഇത് സെഡും വരും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ബി എന്ന് പറയുന്നത് അതേ വാല്യൂ തന്നെ, ഇതേ വാല്യൂ തന്നെ വരും, പക്ഷെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇതും 90 ആയിരിക്കും, ഇത് വീണ്ടും തീറ്റ വരും. ഓക്കെ. സോ നിങ്ങൾക്ക് ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് വെക്ടേഴ്സ് കിട്ടി. ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഡിഫറൻഷ്യൽ എലമെന്റ് കൊടുത്തപ്പോൾ ഈ ഡിഫറൻഷ്യൽ എലമെന്റിന്റെ ഡി ബി എന്ന് പറയുന്നത് ഇങ്ങനെയും ഈ ഡിഫറൻഷ്യൽ എലമെന്റിന്റെ ഡി ബി ഇങ്ങനെയാണ്. ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം.
ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ റിസോൾവ് vector dB into two components. ഇതിനെ dBനെ റിസോൾവ് ചെയ്താൽ ഇവിടെ dB cos theta എന്ന് വരും വെർട്ടിക്കൽ കമ്പോണന്റ്. ഇതിൻ്റെയും dB cos theta വരും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇത് dB sin theta വരും. ഇവിടെയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് dB sin theta വരും. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് components എന്ന് പറയുന്നത് dB sin theta, they are equal and opposite, cancel each other. സംശയമില്ല, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ dB sin theta ഹൊറിസോണ്ടൽ കമ്പോണന്റ് ക്യാൻസൽ ചെയ്യും. വെർട്ടിക്കൽ കമ്പോണന്റോ, വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് dB cos theta ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്യൂ ടു ദീസ് ടു ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് കമ്പോണൻസ് dB നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 dB cos theta വരും. ക്ലിയർ? dB എന്ന് പറയുന്നത് എന്ത് വരും? dB എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് mu0/4π IDL എന്നുള്ളതാണ് വരിക. കാരണം dl മോഡുലസ് dl ക്രോസ് r എന്ന് പറയുന്നത്, dl പ്രൈം ക്രോസ് r എന്ന് പറയുന്നത് r² വരും. dl പ്രൈം ആണ് വരിക. സോ dB എന്ന് പറയുന്നത് mu0/4π IDL/r², IDL പ്രൈം ബൈ r² എന്ന് വരും. അത് 2 dB cos theta ആയിരിക്കും. സോ വാട്ട് ഈസ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്? വാട്ട് ഈസ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B is equal to mu0/4π line integral IDL prime cross unit vector by r² is equal to integral 2 dB cos theta. That theta varies from 0 to അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ലെങ്ത് എന്ന് പറയുന്നത് 0 to πr വരെ എടുത്താലും മതി. അതായത് ഈ സർക്കിളിന്റെ ഹാഫ് ലെങ്ത് മാത്രം എടുത്താൽ മതി. കാരണം ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എടുക്കുന്നത് കൊണ്ട് ഹാഫ് ലെങ്ത് മാത്രം എടുത്താൽ മതി. നമ്മൾ തൽക്കാലം അത് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഫുൾ ലെങ്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമുക്ക് ഇന്റഗ്രൽ dB cos theta എന്ന് തന്നെ എഴുതാൻ പറ്റും. 2 dB cos വെർട്ടിക്കൽ കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ക്യാൻസൽ ചെയ്യും. വെർട്ടിക്കൽ കമ്പോണന്റുകൾ മാത്രം എടുത്താൽ മതി. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് dB cos theta ആണ്. നമ്മൾ രണ്ട് ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റുകൾ എടുത്തുകൊണ്ടാണ് 2 dB cos theta എന്ന് എടുത്തത്. മൊത്തം ഈ സർക്കിൾ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സർക്കിളിന്റെ മൊത്തം കോൺട്രിബ്യൂഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ dB cos theta എന്ന് എടുത്താൽ മതി. ഡയാമെട്രിക് ഓക്കെ, ഹാഫ് ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ 2 dB cos theta എന്ന് എടുക്കുക. അപ്പോൾ ലളിതമായിട്ട് നമുക്ക് ഇന്റഗ്രൽ dB cos theta എന്ന് റെപ്രസെന്റ് ചെയ്യാം. B is equal to integral dB cos theta. That will be equal to integral mu0 I by r² dl prime cos theta. Clear? Equation number 4. Clear? So ഇവിടെ cos theta എന്ത് വരും? Just check. Cos theta is ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്.
ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ആറാണ്, റേഡിയസ് 6, ഇത് തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. ആൻഡ് then b is equal to mu naught I by r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സർക്കിളിന്റെ ഏത് പോയിന്റ് എന്ന് എടുത്താലും ആറിന്റെ വാല്യൂ സ്മോൾ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഹിയർ സ്മോൾ ആർ ആൻഡ് കോസ് തീറ്റ ആർ കോൺസ്റ്റന്റ്സ്. ഈ ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഏത് പോയിന്റ് എടുത്താലും ഡി എൽ പ്രൈം എവിടെ എടുത്താലും ആർ എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് വിൽ ബി സ്മോൾ ആർ. എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? സ്മോൾ ആർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എഴുതാം. സോ ആറും സെഡും കോൺസ്റ്റന്റ് ആണ്, ആർ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആണ്, അഗെയിൻ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. So you can take these two constants. You can take these two constants outside the integral. So the result will be b is equal to mu naught I by r square cos theta integral dl prime. Integral dl prime എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ എന്ത് വരും? mu naught I by r square cos theta into 2 pi capital R. Clear? So b is equal to mu naught I by r square. സോറി, ഇവിടെ ഒരു 4 pi ഉണ്ട്, ഇവിടെയും ഒരു 4 pi ഉണ്ട്, എഴുതാൻ വിട്ട് പോയതാണ്. mu naught I by 4 pi r square cos theta എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്ന് കൊടുത്തു ഇൻറ്റു 2 pi ക്യാപിറ്റൽ ആർ. സോ mu naught I r square ബൈ ഈ ടൂവും വെട്ടിപ്പോയി, ഈ പയ്യും വെട്ടിപ്പോയി, 2 r ക്യൂബ് എന്നാണ്. ക്ലിയർ? ആർ സ്ക്വയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. So small r എന്ന് പറയുന്നത് r square plus z square whole raised to 1 by 2. So the result will be b will be equal to mu naught I r square by 2 into capital R square plus z square whole raised to 3 by 2. So the magnetic field at a distance, so this is the magnetic field at a distance set from the center of the circular loop. Magnetic field, this is the magnetic field at a distance z from the center of the circular loop on its axis. This is the magnetic field, and the direction of the magnetic field will be in this direction along the axis of the direction. കാരണം horizontal component cancel ചെയ്തുകൊണ്ട് vertical component മാത്രമേ ഉണ്ടാവുള്ളൂ. So the direction of the magnetic field on the axis is along the direction of the magnetic field if the current is flowing in this direction. Okay, so ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. If the point of consideration, that means point P is far away from the circular loop, far away from the current carrying wire, that means Z is far greater than capital R, then R square plus Z square is whole raised to 3 by 2 is approximately equal to R cube. Z നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. So B is equal to mu naught I by
IR square divided by 2R cube എന്ന് വരും. Sorry, this is Z square, Z cube വരും, 2R square by Z cube എന്നാണ് വരിക. So B magnetic field, if the point is away from the center of the circular loop, the magnetic field will be mu naught IR square by 2Z square. Also, if നമുക്ക് കിട്ടി B is equal to mu naught IR square by 2 into capital R square plus Z square whole raised to 3 by 2. എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ? സെൻറ്റർ എന്ന് പറയുമ്പോൾ Z 0 കൊടുക്കണം. So B is equal to mu naught IR square by 2R cube. So the result will be mu naught I by 2R. So magnetic field at the center is mu naught I by 2R. ഇവിടെ magnetic field away from the center is mu naught IR square by 2Z square ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. mu is equal to IA എന്ന് പഠിച്ചിട്ടുണ്ടാവും, കറന്റ് ഇൻറ്റു ഏരിയ. അതായത് ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ടെങ്കിൽ സർക്കുലർ ലൂപ്പിന്റെ ഏരിയ എയും കറന്റ് പാസിംഗ് ത്രൂ ദ സർക്കുലർ ലൂപ്പ് ഐയു ആണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ദ magnitude of the magnetic dipole moment is I into A. Here it is pi r square. Area is pi r square. So നിങ്ങൾക്ക് if Z is far away from the circular loop, B will be like this. So ഇതിനെ ഒന്ന് rearrange ചെയ്താൽ B is equal to mu naught I into pi r square divided by 2 pi Z cube എന്ന് എഴുതാം. Clear? So mu naught I into A by 2 pi Z cube എന്ന് എഴുതാം. So mu naught, ഇവിടെ mu എന്നുള്ളതിന് പകരം നമുക്ക് ബെറ്റർ ക്യാപിറ്റൽ എം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. mu naught m by 2 pi Z cube ആണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് വരിക. എമ്മിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, കാരണം കറണ്ടിൻ്റെ ഏരിയ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ തമ്പാണ്. ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ, then the thumb will represents the direction of the magnetic moment. So magnetic moment B is equal to mu naught m by 2 pi Z cube.